എല്ലാവർക്കും നമസ്കാരം. എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ദിപ്പൂർ കാഴ്ചയിലാണ്. നമ്മുടെ യാത്രയിൽ പല കാഴ്ചകളും കണ്ണിന് കണ്ട് ആ കാഴ്ചകൾക്ക് നേരെ ക്യാമറ തിരിക്കുമ്പോൾ കണ്ണിന് കാണാത്ത, ക്യാമറയിൽ മാത്രം കണ്ട ആ വലിയ കാഴ്ച ഉൾപ്പെടെയുള്ള ബന്ദിപ്പൂരിൻ്റെ മനോഹര കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ദിപ്പൂരിൻ്റെ കാനന സൗന്ദര്യം, നിറവോട് നിൽക്കുന്ന പച്ചപ്പിനിടയിലെ ഒറ്റയാൻ്റെ മനോഹര കാഴ്ച, തടാകക്കരയിലെ പക്ഷിക്കൂട്ടങ്ങൾ, ചിത്രശലഭങ്ങൾ മിഴി തുറക്കുമ്പോൾ അവയ്ക്കിടയിൽ കൂടെ കാട്ടിയുടെ കിടിലൻ കാഴ്ച, നൂറുകണക്കിന് നീലക്കടവുകൾ എന്ന ചിത്രശലഭങ്ങൾ, വണ്ടിക്ക് മുമ്പിൽ തടസ്സമായി എത്തിയ കാട്ടുപോത്തിൻ്റെ കൂട്ടവും, മ്ലാവും മയിലും ടസ്കറും കാട്ടാനക്കൂട്ടങ്ങളും നിറഞ്ഞ കാഴ്ചകളായപ്പോൾ കലാശക്കൊട്ടെന്നതുപോലെ അവസാനം കിട്ടിയ കാഴ്ച ക്യാമറയിൽ അറിയാതെ പതിഞ്ഞ പുള്ളിപ്പുലിയുടെ കാഴ്ചയും കൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ നിറഞ്ഞാടിയ ആ ബന്ദിപ്പൂർ വനപ്രദേശത്തെ സഫാരികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് പ്രോഗ്രാമുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും കർണാടക സർക്കാർ താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുന്നു. ബന്ദിപ്പൂരിൻ്റെ ആ കാഴ്ചകളിലേക്ക് കടക്കും മുമ്പ് തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കാഴ്ചയിൽ ആദ്യം എത്തിയത് നമ്മുടെ ഭാഷയിലെ കാട്ടുപോത്തുകൾ അഥവാ ഇന്ത്യൻ ഗോറുകളും മാനുകളുമായിരുന്നു. നമ്മൾ അവിടെ തേടി നടന്നത് ഈ പ്രദേശത്തെ അമ്മക്കടുവയും മക്കളെയുമാണ്. അവരുടെ സാന്നിധ്യം എവിടെയുമില്ല. ഈ യാത്രയ്ക്ക് ശേഷം അവൾ ഈ വനപ്രദേശത്ത് നിന്ന് കടന്നുപോയെന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ശക്തരായ കടുവകളുടെ സാന്നിധ്യമാവാം അവളെ ഇവിടെ നിന്ന് മാറ്റുവാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ചെറിയ മക്കളെ തനിച്ചാക്കി അവൾ അങ്ങനെ പോയതിൽ അവൾക്ക് എന്തോ അപകടം പറ്റിയെന്നുള്ള ചിന്തകൾ കടന്നു പോകുന്നു. മൂർക്കര ഫീമെയിൽ എന്ന അമ്മക്കടുവ 2 തവണ നമുക്ക് കാഴ്ച നൽകിയിട്ടാണ് കടന്നുപോയിരിക്കുന്നത്. ചെറിയ കുട്ടികളാണ് അവൾക്കുള്ളത്. ഇവളെ കണ്ടപ്പോഴെല്ലാം മക്കൾക്കുള്ള തീറ്റയ്ക്കായി ഇര പിടിക്കാൻ ഉള്ള അന്വേഷണത്തിലായിരുന്നു അവൾ. കാഴ്ചകളിൽ പലതുമുണ്ട്. എങ്കിലും നിറഞ്ഞ വേദനയോടെയാണ് അവളെ നമ്മൾ ഓർക്കുന്നത്. ഒപ്പം തനിച്ചാക്കിയ മക്കളും വ്യക്തിപരമായി വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. വൈൽഡ് ഡോഗ് ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിൽ വേട്ടയാടുന്ന നമ്മൾ കഴിഞ്ഞ കാഴ്ചകളിൽ കണ്ടിരുന്നു.
അവയുടെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് ആ കുഞ്ഞുങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആശങ്കയും നമുക്കുണ്ട്. മുന്നിലെ കാഴ്ചകളിലെത്തിയ നീലക്കടുവകൾ എന്ന ചിത്രശലഭങ്ങൾ ഒരുപാട് നമുക്ക് മുന്നിലുണ്ട്. അവയുടെ സാന്നിധ്യം ഇത്ര കൂട്ടമായി വല്ലപ്പോഴും മാത്രമാണ് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവയെ ചേർന്ന് നിന്ന് തന്നെ പകർത്തി. വലിയ കൂട്ടമായിരുന്നവ. വല്ലാത്ത ഭംഗിയുമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണിന് കണ്ട കാഴ്ച അത്ര മനോഹരം തന്നെയായിരുന്നു. അടുത്ത കാഴ്ചയിൽ വലിയ കൊമ്പുള്ളവൻ മുന്നിൽ. നിറഞ്ഞ പുല്ലുകൾക്കിടയിൽ കൂടി കൊമ്പന്റെ കാഴ്ച പകർത്തുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത്ര അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം പകർത്തിയും തൊട്ടടുത്ത് തന്നെ നിന്നാണ്. അവൻ നമ്മളെ ഒരു പ്രശ്നത്തിൽ വാക്കുവാൻ വന്നില്ല എന്നതാണ്. ഇതുപോലെ നിൽക്കുന്ന ഈ ജീവികൾക്ക് നമുക്ക് നേരെ തിരിയുവാനുള്ള സാഹചര്യം ഒരുക്കുന്നത് നമ്മളോ നമുക്ക് മുൻപ് പോയവരോ ആണെന്ന ചിന്ത നിർബന്ധമായും ഉണ്ടാവണം. അവയെ ശല്യം ചെയ്യാതെ നിങ്ങളിവിടെ നിന്നാൽ ഈ ജീവികൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല എന്ന് അറിഞ്ഞു തന്നെ കാട് കയറുക. കുറച്ച് മാറിയായി വലിയ ആനക്കൂട്ടവും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വണ്ടിക്ക് മുന്നിലുണ്ട്. വണ്ടിയുടെ വരവ് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ വലിയ ആനക്കൂട്ടത്തിൻ്റെ ഒപ്പം മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ അവ അവിടെ നിന്ന് അധികം നിൽക്കാതെ കടന്നു പോവുകയാണ്. പിടിയാനകൾ നയിക്കുന്ന ആ വലിയ കൂട്ടം ബന്ദിപ്പൂരിൻ്റെ സിരകളിലേക്ക് പതിയെ അങ്ങ് മറഞ്ഞു. മുന്നിൽ കാട്ടുപോത്തുക്കൾ വണ്ടിക്ക് മുന്നിൽ വഴി തടയുവാൻ എന്നതുപോലെ കടന്നു വന്നു. വണ്ടി നിർത്തിക്കൊടുത്തു. അവയൊന്ന് ആലോചിച്ച് നമ്മളെ സൂക്ഷിച്ചു നോക്കി കുറച്ചു സമയം നിന്നു. അതിനുശേഷം പതിയെ വഴി കടന്നു. മുന്നിൽ പോയതിൻ്റെ തൊട്ടുപുറകിൽ വന്നവർ ഒരു വലിയ മസിൽ കാട്ടിയായിരുന്നു. നമുക്ക് മുന്നിൽ കൂടി വഴി കടക്കുന്ന ആ നിമിഷം അവനൊരു പാച്ചിൽ നടത്തി. അത്ര വലിയ ജീവി കടന്നു പോകുമ്പോൾ അതിനെ നമ്മൾ പറ്റുന്നത് പോലെ അവയുടെ ഓട്ടത്തിൽ തന്നെ പകർത്തി.
പിന്നീട് നമ്മൾ പോയത് മൂർക്കരയിലെ അമ്മയും മക്കളും സ്ഥിരമായി കാണുന്ന സ്ഥലത്തേക്കാണ്. ദൂരെ നിന്നുകൊണ്ട് തന്നെ ഒറ്റയാൻ വെള്ളം കുടിക്കാൻ എത്തിയിരിക്കുന്ന കാഴ്ച കണ്ടു. കാണുക ഈ പ്രകൃതിയെ, തടാകവും കാട്ടാനയും കാടും സഫാരി വണ്ടിയും നിറഞ്ഞു നിൽക്കുന്ന ആ കാഴ്ചയിൽ നമ്മൾ നിന്നത് ഒരുപാട് സമയമാണ്. ആനയുടെ വെള്ളം കുടിയും തൊട്ടടുത്ത് കൊക്കുകളും ലെസ്റ്റർ വിസിറ്റിംഗ് ഡെക്കുകളും കാഴ്ചയായി മുന്നിലുണ്ട്. ഒറ്റയാൻ നിൽക്കുന്നതിന് തൊട്ടു പുറകിലുള്ള സെന്നക്കാടുകളിൽ സാധാരണയായി ആ അമ്മക്കൊടുവയും കുഞ്ഞുങ്ങളെയും കാണാറുള്ളത്. ഇരുപിടിച്ച് അവൾ ആ കാട്ടിലേക്കാണ് കന്നും കടന്നു പോകാറുള്ളത്. കാട്ടാനയുടെ കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സ് നിറയെ ആ അമ്മയും മക്കളും തന്നെയായിരുന്നു. കാട്ടാനയുടെ വെള്ളം കുടി കാണുക. എത്ര സമയമാണ് ആ വെള്ളം കുടിക്കുന്നത്. രാവിലെ മുതലുള്ള തീറ്റയും വെള്ളവും എല്ലാം കൃത്യസമയത്ത് കൃത്യമായ അളവിൽ അതാത് സമയത്ത് അവയ്ക്ക് വേണ്ടത് മാത്രം കഴിച്ച് ജീവിക്കുന്ന ഈ ജീവിയെയാണ് നമ്മൾ ചെങ്ങലക്കിട്ട് പനമ്പട്ട കഴിപ്പിച്ച് ജീവിപ്പിക്കുന്നത്. കാട്ടിൽ ജീവിക്കുന്ന ഈ ജീവികൾ പനമ്പട്ട കഴിക്കുന്നത് ഇതുവരെ എൻ്റെ യാത്രകളിൽ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഈ വലിയ ജീവികൾ സ്വതന്ത്രരായി കാടിൻ്റെ ഭംഗിയിൽ നിൽക്കുന്നത് കാണുക തന്നെ ഒരു ഭാഗ്യമാണ്. യാത്രയുടെ അവസാന നിമിഷങ്ങളിൽ മംഗള ബന്ദിപ്പൂർ കോട്ടേജ് റോഡിലെത്തിയപ്പോൾ സ്ഥിരം പുള്ളിപ്പുലികളുടെ സാന്നിധ്യമുള്ള മരങ്ങളിൽ ദൂരെ നിന്നുകൊണ്ട് തന്നെ പകർത്തിയത് ഞെട്ടലോടെയാണ് എഡിറ്റിംഗ് സമയത്ത് ഞാൻ കണ്ടത്. മരത്തിൽ പുള്ളിപ്പുലി. വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇവയെ നമ്മൾ കണ്ണിന് കണ്ടിരുന്നുമില്ല.
അതുകൊണ്ട് തന്നെ അധിക സമയം ഇവയെ പകർത്തുവാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. മീശക്കാരിയുടെ മക്കളിൽ ഒരാളാണോ ഇത്? അതല്ലെങ്കിൽ മീശക്കാരി എന്ന പുള്ളിപ്പുള്ളി തന്നെയാണോ മുന്നിലുള്ളതെന്ന് തിരിച്ചറിയാനും പറ്റുന്നില്ല. അത്രയ്ക്ക് ദൂരെയുള്ള മരത്തിലെ കാഴ്ചയാണ് നമ്മൾ കണ്ണിന് കാണാതെ പകർത്തിയത്. മനസ്സ് നിറച്ച കാഴ്ചകളും മനസ്സിനെ വേദനിപ്പിക്കുന്ന അമ്മക്കടുവയുടെ ഓർമ്മകളിൽ നിന്നും മടങ്ങുകയാണ്. പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജൂബി കരിക്കാട്, MTI.